ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്കിപ്പ് എ ബീറ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ഗെയിമിംഗ് ചാനലും കൂടി നിങ്ങളിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്ത് തരുവാണ്. ഹൈനെക്സ് ഗെയിമിംഗ് എന്നാണ് ഈ ചാനലിന്റെ പേര്. ഇതെന്റെ സ്വന്തം അനുജന്റെ ചാനലാണ്. ഇതില് GTA 5 RP, വാലോറന്റ്, ഫ്രീ ഫയർ ഒക്കെ ലൈവ് ഉണ്ടാകും. പിന്നെ ഡെയിലി ഷോർട്സും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഗെയിമിങ്ങിൽ താല്പര്യമുള്ളവര് ആ ചാനലും കൂടി പോയി കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചാനലിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിന്നും ചെയ്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവര് ആ ലിങ്കിൽ കൂടി ക്ലിക്ക് ചെയ്ത് ചാനലിലേക്ക് പോവുക. ഇവിടെ തരുന്ന സപ്പോർട്ട് അതേപോലെ തന്നെ അവിടെയും തരിക. അപ്പോൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡില് നമ്മുടെ ഹീറോയിൻ യാനെ മീറ്റ് ചെയ്യാൻ പോവാണെന്ന് വിചാരിച്ച് നമ്മുടെ ഹീറോ ഫോളോ ചെയ്തു പോകും. പക്ഷെ നമ്മുടെ ഹീറോയിൻ പോകുന്നത് ഒരു ലൈബ്രറിയിലേക്കായിരിക്കും. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഹീറോയിന് സ്ട്രൈക്ക് ആവുന്നത്. ഹീറോയിനും സൂജുവാനും കൂടി എടുത്ത ഫോട്ടോയിന്റെ ബാക്കിലായിട്ട് ഒരു ഡേറ്റിംഗ് ലിസ്റ്റ് തന്നെ നമ്മുടെ ഹീറോയിൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു ലിസ്റ്റ് പ്രകാരമാണ് ഹീറോയിൻ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നാണ് നമ്മുടെ സൂജുവാന പ്രപ്പോസ് ചെയ്യേണ്ട ദിവസം. പക്ഷെ സൂജുവാൻ ജീവനോടുകൂടി ഇല്ലാത്തത് കൊണ്ട് തന്നെ വല്ലാത്തൊരു ഫീലിംഗിലാണ് നമ്മുടെ ഹീറോയിൻ കറങ്ങാനായിട്ടൊക്കെ ഇറങ്ങുന്നത്. ഹീറോയിന്റെ കൂടെ എങ്ങനെയെങ്കിലും പോകണമെന്ന് വിചാരിച്ച് നമ്മുടെ ഹീറോ ഒരു പാണ്ടയുടെ ഗെറ്റപ്പൊക്കെ ഇട്ട് നേരെ ഹീറോയിന്റെ അടുത്തേക്ക് ചെന്നിരിക്കും. ഹീറോയിനും നമ്മുടെ ഹീറോനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, പക്ഷെ മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഹീറോയിന്റെ കൈയൊക്കെ വല്ലാണ്ട് വിറക്കാനായിട്ട് തുടങ്ങുന്നത്. ഇതാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ കാണുകയും ചെയ്യും. അങ്ങനെ തന്നെ ഹീറോയിന്റെ അടുത്ത്, നിങ്ങൾക്ക് ഈ റൈഡിൽ കയറാൻ പേടിയാവുന്നുണ്ടെങ്കിൽ എന്റെ കയ്യിലേക്ക് പിടിച്ചോന്ന് പറയും. അങ്ങനെ തന്നെ ഹീറോ നമ്മുടെ ഹീറോയിന്റെ കയ്യിലും പിടിക്കും. അങ്ങനെ ആ റൈഡൊക്കെ പോയി കഴിഞ്ഞിട്ട് ഹീറോയിൻ ഒരേ സ്ഥലത്തായിട്ട് കറങ്ങാനായിട്ടൊക്കെ നടക്കും. ഹീറോയും പുറകെ തന്നെ വെച്ച് പിടിക്കും. അവസാനം ഹീറോയിൻ കുറെ ബലൂൺസ് ഒക്കെ ആയിട്ട് നിൽക്കുമായിരിക്കും. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോ ഒരു കമ്പിത്തിരിയുമായിട്ട് അങ്ങോട്ട് ചെല്ലും. ഇത് കാണുമ്പോ നമ്മുടെ ഹീറോയിന് ഡൗട്ട് തോന്നും. ഹീറോയിന്റെ പുറകെ തന്നെ നമ്മുടെ ഹീറോ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ തന്നെ ചെന്നിട്ട് ആ ഒരു മാസ്ക് എടുത്ത് മാറ്റും. അതിനുള്ളിൽ ഹീറോയാണെന്ന് അറിയുമ്പോഴത്തേക്കും, എന്തിനാ നിങ്ങൾ എന്റെ പുറകെ നടക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല, ഞാനേ നിന്റെ ആ ഡേറ്റിംഗ് ലിസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നീ ഇന്നലെ സൂജുവാനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഇരുന്നേച്ചത്. പക്ഷേ സൂജുവാൻ വന്നില്ല. എന്നാലും ഇപ്പൊ സൂജുവാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹീറോയിന് ഡൗട്ടായിട്ട്, അല്ല സൂജുവാൻ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഹീറോയിന്റെ കൈ എടുത്തിട്ട് നെഞ്ചിൽ വെച്ചിട്ട്, നീ ഈ ഹാർട്ട് ബീറ്റ് ഒന്ന് കേട്ട് നോക്ക്, നിനക്ക് വേണ്ടിയിട്ടാണ് ഈ ഹാർട്ട് ബീറ്റ് തുടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹീറോയിന് ടെൻഷൻ ആകും. നീ എന്തായി പറയുന്നത്, നീ ഒന്നും സൂജുവാനല്ല എന്ന് പറയും. അപ്പൊ തന്നെ ഹീറോ, പ്ലീസ് നീ ഒന്ന് മനസ്സിലാക്ക്, ഈ ഹാർട്ട് തുടിക്കുന്നത് പോലും നിനക്ക് വേണ്ടിയിട്ടാണ്, ഞാനും നിനക്ക് വേണ്ടിയിട്ടാണ് ഉള്ളതെന്ന് ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ടും വല്ലാണ്ട് റൊമാൻറ്റിക് ആയിട്ടൊക്കെ പറയും. ഇത് കേട്ട് ഹീറോയിനും വല്ലാത്ത ഇമോഷണൽ ആയിട്ട് നേരെ നമ്മുടെ ഹീറോനെ ഹഗ് ചെയ്ത് ഇങ്ങനെ കരയും. അങ്ങനെ തന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗും ആകും. ഹീറോയിൻ റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ഹീറോയിന് വേണ്ടിയിട്ട് ഒരുപാട് ഡിഷൊക്കെ ഉണ്ടാക്കി വെച്ച് ടയേർഡില് അവിടെയുള്ള സോഫയമൊക്കെ കിടന്നുറങ്ങുമായിരിക്കും. ഇതൊക്കെ കണ്ട് ഹീറോയിന്റെ മനസ്സിൽ ഒരു വല്ലാത്ത സന്തോഷമൊക്കെ വരും. അങ്ങനെ തന്നെ ഹീറോനെ തട്ടി എഴുന്നേൽപ്പിക്കും. ആ നീ വന്നോ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ഹീറോയിനെ കൊണ്ടിരുത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെച്ചു കൊടുക്കും. ഹീറോയിനും അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ, എങ്ങനെയുണ്ട്, കൊള്ളാവോന്ന് നമ്മുടെ ഹീറോ ചോദിക്കും. ആ കൊള്ളാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിന് ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേൾക്കും. ഹീറോയാണെങ്കിൽ നീ അവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് തുറക്കാന്നും പറഞ്ഞിട്ട് നേരെ ചെന്ന് ഡോറ് തുറക്കും. അവിടെ ഉള്ളത് നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ട് ആയിരിക്കും. പുള്ളിക്കാരി നേരെ ഓടി കയറി വന്നിട്ട് ഹീറോ ഉണ്ടാക്കി വെച്ച ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് കഴിക്കും. അയ്യേ എന്തിനു കൊള്ളാം, ഇത് എങ്ങനെ കഴിക്കുന്നത്, ഇത് ആരോ ഉണ്ടാക്കിയതെന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ തന്നെ ഹീറോയിന് ദേഷ്യം കയറും. അല്ല, നിന്റെ അടുത്ത് ആരാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് കഴിക്കാനായിട്ട് പറഞ്ഞത്, അത് ഞാൻ എന്റെ ഹീറോയിന് വേണ്ടി ഉണ്ടാക്കിയതാന്ന് പറയും. എന്തായാലും അവൾക്ക് തന്നെ കൊടുത്തേക്കാം, ഞാനേ വേറൊരു കാര്യം പറയാനായിട്ടാ വന്നത്, എനിക്കൊരു ഹെൽപ്പ് വേണോന്ന് പറയും. അപ്പൊ തന്നെ ഹീറോയിൻ എന്ത് ഹെൽപ്പാ വേണ്ടേന്ന് ഇങ്ങനെ ചോദിക്കും. അതെ, ഫാമിൽ നിന്ന് കുറച്ച് ഫ്ലവേഴ്സ് എനിക്ക് തന്നിട്ടുണ്ട്, അതാണെങ്കിൽ ഇന്ന് നൈറ്റിനുള്ളിൽ വിറ്റ് തീർക്കണം, അല്ലെങ്കിൽ അതൊക്കെ വാടിപ്പോകും. അത് വിറ്റ് തീർത്തില്ലെങ്കിലും കാശ് ഭയങ്കര നഷ്ടമാകും. ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചാണ് ഇത് ഏറ്റെടുത്തത്. പക്ഷെ എനിക്ക് ഇന്ന് ഒരു ഇമ്പോർട്ടന്റ് വർക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിനക്കതൊന്ന് വിറ്റ് തീർക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഹീറോയാണെങ്കിൽ അപ്പൊ തന്നെ ഞാൻ വിറ്റ് തീർത്തോളാന്ന് പറയും. ഇത് കേട്ട് ഹീറോയിനും, ഇതൊക്കെ നിന്നെ കൊണ്ട് പറ്റുമോ, ഇതൊന്നും വേണ്ടാന്ന് പറയും. എന്നെ കൊണ്ട് അതിനൊക്കെ പറ്റും, പക്ഷെ ഞാൻ വിറ്റ് തീർത്താല് ഞാൻ പറയുന്ന കാര്യം നീ എനിക്ക് സാധിച്ചു തരണം, എന്നാലേ ഞാൻ ചെയ്യുള്ളൂന്ന് പറയും. ആ ഓക്കെന്ന് നമ്മുടെ ഹീറോയിന് സമ്മതിക്കും. അങ്ങനെ തന്നെ ഹീറോന്റെ കമ്പനിയുടെ ബാക്കിലുള്ള ഒരു പാർക്കിൽ വന്ന് നിന്ന് ഇവര് കച്ചവടമൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. അധികം ഒന്നും വിറ്റ് തീരില്ല. ആ ടൈമിനാണ് ഹീറോന്റെ ഓഫീസിലുള്ള എല്ലാവരും ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഹീറോ ഇങ്ങനെ നിന്ന് പൂക്കളൊക്കെ വിൽക്കുന്ന കാണുമ്പോഴത്തേക്കും, അയ്യോ ബോസിന് എന്ത് പറ്റി, എന്താണ് നിങ്ങൾ ഇങ്ങനെ പൂക്കൾ വിൽക്കുന്നതെന്ന് ചോദിക്കും.
ദേ നിങ്ങളുടെ ബോസ് അല്ലേ ഞാൻ, അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. പെട്ടെന്ന് തന്നെ ഈ പൂക്കൾ വിൽക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറയും. അങ്ങനെ തന്നെ എല്ലാരും വന്ന് നിന്ന് കൂകിയൊക്കെ വിളിച്ച് കുറെയൊക്കെ വിറ്റ് തീർക്കും. പക്ഷെ രാത്രിയായിട്ടും മുഴുവനായിട്ടും വിറ്റ് തീർന്നിട്ടില്ല. ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഹീറോ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു ഹൈറ്റ് ഉള്ള സ്ഥലത്തേക്ക് കയറി നിൽക്കും. പ്ലീസ് എല്ലാവരും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഇന്ന് രാത്രിത്തേക്കുള്ളിൽ ഈ പൂക്കളൊക്കെ ഞാൻ വിറ്റ് തീർത്താല് എന്നെ എന്റെ ഗേൾഫ്രണ്ട് മാരേജ് ചെയ്യാന്ന് സമ്മതിച്ചിട്ടുണ്ട്. പ്ലീസ് എല്ലാരും വന്നൊന്ന് ഹെൽപ്പ് ചെയ്യുന്ന പറയും. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാവരും കൂടി വന്ന് ആ പൂക്കളൊക്കെ വാങ്ങിക്കും. അങ്ങനെ എല്ലാ പൂക്കളും തീരും. അങ്ങനെ തന്നെ എല്ലാവരും ചുറ്റും കൂടി നിന്നിട്ട് ഹീറോനെ നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് പ്രപ്പോസ് ചെയ്യുന്ന പറയും. അങ്ങനെ തന്നെ ഹീറോ ഒരു ഫ്ലവർ കൊണ്ട് ഒരു റിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നേരെ ഹീറോയിന്റെ അടുത്തേക്ക് ചെല്ലും. ഹീറോയിനും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കും. അപ്പൊ തന്നെ ചുറ്റുമുള്ളവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഒച്ചയെടുക്കും. ഹീറോയിനും വല്ലാണ്ട് ഹാപ്പി ആയിട്ട് ആ റിംഗ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഇവര് ഭയങ്കര സ്നേഹത്തോടു കൂടി പരസ്പരം നോക്കും. അങ്ങനെ ആ വണ്ടിയൊക്കെ എടുത്ത് രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുകയായിരിക്കും. ഹീറോയിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഹീറോ കൊടുത്ത ആ ഒരു റിംഗ് ഇങ്ങനെ നോക്കി വല്ലാണ്ട് ചിരിക്കും. അങ്ങനെ തന്നെ ഹീറോനെ നോക്കിയിട്ട് ഇന്ന് എന്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു, അത് നീ എനിക്ക് സമ്മാനിച്ചതിന് നന്ദി ഉണ്ടെന്നൊക്കെ പറയും. അപ്പൊ തന്നെ ഹീറോ, ഞാൻ ഇത്രയ്ക്കും കഷ്ടപ്പെട്ടത് നീ എനിക്കൊരു കാര്യം സാധിച്ചു തരണം, അതിന് വേണ്ടിയിട്ടാണ്, അത് നീ എനിക്ക് സാധിച്ചു തരണമെന്ന് പറയും. ഇത് കേട്ടിട്ട് ഹീറോയിനും വല്ലാണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ രണ്ടുപേരും വീട്ടിലേക്ക് വന്നതിന് ശേഷം ഹീറോ കൊടുത്ത ആ ഒരു ഫ്ലവറിന്റെ റിംഗ് എടുത്ത് ഒരു ഫ്രെയിമിലാക്കി വെക്കും. എന്നിട്ട് ഹീറോ ഇന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് വല്ലാണ്ട് ഹാപ്പി ആകും. അങ്ങനെ തന്നെ ചെന്ന് കിടക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗും ആകും. ഹീറോയിൻ കണ്ണു തുറന്ന് നോക്കുമ്പോ ഹീറോയിന്റെ ഫേസിലേക്ക് സൺറൈസ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൈവച്ച് മറച്ചോണ്ടിരിക്കുകയായിരിക്കും. ഇത് കാണുമ്പോ തന്നെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ആ ഫ്ലവേഴ്സ് ഒക്കെ വിറ്റ് തീർത്ത് കഴിഞ്ഞാല് നീ എനിക്ക് വേണ്ടിട്ട് ഒരു കാര്യം ചെയ്യണോന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് പറയാനായിട്ടാ ഞാൻ വന്നത്. ഇന്ന് മുഴുവനും നീ എന്റെ കൂടെ ഡേറ്റിനായിട്ട് വരണോന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഹീറോയിനും ഹാപ്പി ആയിട്ട് ഓക്കെ ഞാൻ വരാന്ന് പറയും. അപ്പൊ തന്നെ ഹീറോയിനെ കിസ് ചെയ്യാനായിട്ട് അടുത്തേക്ക് വരും. ഹീറോയിനാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കിസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട, നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇതൊക്കെ നോക്കാന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഹീറോയാണെങ്കിൽ ആ ഡേറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഹീറോയിൻ റെഡിയായി വരുമ്പോ തന്നെ ദേ ഞാനൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്, അതിന് പ്രകാരം നമുക്ക് ഇന്ന് പോകാം. ആദ്യം തന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു കേക്ക് ഉണ്ടാക്കാം, എന്നിട്ട് ആ കേക്കുമായിട്ട് നമുക്ക് ക്യാമ്പിങ്ങിന് പോകാം. അങ്ങനെ നമ്മുടെ ഡേറ്റിന് എൻജോയ് ചെയ്യാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഒരു കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആദ്യം ഹീറോന്റെ പേരും എഴുതും, അതിനുശേഷം ഹീറോയിന്റെ പേരും ആ കേക്കിലേക്ക് എഴുതും. ഇത് കണ്ട് രണ്ടുപേർക്കും എന്തോ സ്പാർക്ക് അടിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ കിസ് ചെയ്യാനായിട്ട് അടുത്തേക്ക് വരും. ആ ടൈമിനാണ് കോളിംഗ് ബെല്ല് അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ തന്നെ ഹീറോ, നീ ഇവിടെ നിൽക്കും, ഞാൻ പോയി തുറക്കാന്നും പറഞ്ഞിട്ട് നേരെ ചെന്ന് ഡോറ് തുറക്കുമ്പോ ഹീറോന്റെ ഫാദറിന്റെ ബോഡി ഗാർഡ് ആയിരിക്കും അവിടെ വന്നിട്ടുള്ളത്. എന്താ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അല്ല, നിന്റെ ഫാദർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, നിന്നെ കാണണോന്ന് പറഞ്ഞ് അതറിയിക്കാൻ വേണ്ടിട്ട് വന്നതാണെന്ന് പറയും. ആ ടൈമിന് തന്നെ ഹീറോയിനും അങ്ങോട്ടേക്ക് വരും. എന്താ പ്രോബ്ലം എന്ന് ഇങ്ങനെ ചോദിക്കും. ഏയ് പ്രോബ്ലം ഒന്നുമില്ല, അച്ഛൻ വന്നിട്ടുണ്ട്, എന്നെ കാണണോന്നും പറഞ്ഞയച്ചതാണ്, ഞാൻ പോകണമോ വേണ്ടിയോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരുന്നെന്ന് പറയും. എന്തിനാ നീ ഇങ്ങനെ ആലോചിക്കുന്നത്, എത്രയും പെട്ടെന്ന് പോയി അച്ഛനെ കാണ്, ഇപ്പൊ തന്നെ എന്തോരം നാളുകൾക്ക് ശേഷമാണ് നിന്റെ അച്ഛൻ ചൈനയിലേക്ക് വന്നിട്ടുള്ളത്, അതുകൊണ്ട് പോയി കാണുന്നും പറഞ്ഞിട്ട് ഹീറോനെ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കും. ഹീറോ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ തന്നെ ഫാദർ വല്ലാണ്ട് ഒച്ചെടുക്കാനായിട്ട് തുടങ്ങും. നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്, ഒരു പെണ്ണ് വന്ന് ആ പെണ്ണിന്റെ പുറകെ പോവാണെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ല, ആ പെണ്ണിന് വേണ്ടിയിട്ട് നീ നിന്റെ കമ്പനി പോലും വിട്ടാന്ന് ഇങ്ങനെ ചോദിക്കൂ. പ്ലീസ് അച്ഛാ, നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്ക്, എനിക്ക് അവള് ഇമ്പോർട്ടന്റ് ആണ്, എനിക്ക് അവളില്ലാണ്ട് പറ്റില്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് പറയും. നീ എന്തൊക്കെയാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ പെണ്ണിന് വേണ്ടിയിട്ട് യുന്നുമായിട്ടുള്ള മാരേജ് വരെ നീ ക്യാൻസൽ ചെയ്തെന്ന് അറിഞ്ഞല്ല, അവള് നമ്മുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നിനക്കറിയാലോ, നീ മര്യാദക്ക് ആ പെണ്ണിനെ വിടുക, എന്നിട്ട് വന്ന് യുന്നിനെ മാരേജ് ചെയ്, നമുക്ക് നമ്മുടെ ഫാമിലിയാണ് ഇമ്പോർട്ടന്റ്, നമ്മുടെ കമ്പനിയൊക്കെ നോക്കി നടത്തണ്ടേ, അപ്പൊ അതുകൊണ്ട് നീ അവളെ വിട്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറയും. നിങ്ങൾ എന്തുകൊണ്ടാണ് എന്റെ ഫീലിങ്സ് മനസ്സിലാക്കാത്തത്, എനിക്ക് ജിന്നിനെ മതി, എനിക്ക് ജിന്നിനെ മാത്രം മതി, നിങ്ങൾ എന്ത് വേണേ ചെയ്തോന്നും പറഞ്ഞ് ഹീറോ വല്ലാതെ ദേഷ്യത്തില് അവിടെ നിന്ന് ഇറങ്ങി പോകും. പുറത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ ഒരു ബൈക്കുമായിട്ട് ഹീറോനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. ഹീറോയിനെ കാണുമ്പോ തന്നെ എന്താ നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഹീറോയിൻ ഒരു ഹെൽമെറ്റ് എടുത്ത് കൊടുത്തിട്ട് ബാക്കിലേക്ക് കയറാനായിട്ട് പറയും. അങ്ങനെ തന്നെ ഹീറോയും കയറിയിരിക്കും. അങ്ങനെ നേരെ ഒരു സ്ഥലത്തേക്ക് ചെല്ലും. ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഒരു കിടിലനായിട്ടുള്ള പ്ലേസ്. എങ്ങനെയുണ്ട് ഈ പ്ലേസ്, കൊള്ളാവോന്ന് നമ്മുടെ ഹീറോയിൻ ചോദിക്കും. ഞാൻ നിന്നെയും കൊണ്ട് വരാനായിട്ട് നോട്ട് ചെയ്ത് വെച്ച പോലെ എന്റെ മനസ്സിലുള്ളത് പോലെ തന്നെയാണ് നീ ഡെക്കറേറ്റ് ചെയ്തത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്നോട് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാനല്ലേ പറഞ്ഞത്, പിന്നെ നീ എന്തിനാ എന്നെ പിക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് വന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അല്ല, നീയല്ലേ ഇന്ന് ഡേറ്റിന് പോകണോന്നൊക്കെ പറഞ്ഞത്, അപ്പൊ നിന്നെ സന്തോഷിപ്പിക്കേണ്ടത് എന്റെ കടമയല്ലേ, അതുമല്ലാണ്ട് നിന്റെ ഫാദറിനെ കാണാൻ വേണ്ടി പോയാ എപ്പോഴും നിങ്ങൾ ആർഗ്യൂ ചെയ്ത് വല്ലാണ്ട് ടെൻഷനായിട്ടായിരിക്കും നീ വരുന്നത്, അതും കൂടി കൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നതെന്ന് പറയും. അപ്പൊ തന്നെ ഹീറോയും അത് ശരിയായിരുന്നു, എന്റെ ഫാമിലി ഒരിക്കലും എന്റെ
ഫീലിങ്സിനെ കുറിച്ച് ചിന്തിക്കാറില്ല, എന്റെ ഹാപ്പിനെസിനെ കുറിച്ച് ചിന്തിക്കാറില്ല. എപ്പോഴും അവരുടെ ഫാമിലി, അവരുടെ സ്വത്ത്, അവരുടെ മാനം, അഭിമാനം എന്ന് പറഞ്ഞിട്ട് മാത്രമേ ചിന്തിക്കാറുള്ളൂ. നിന്റെ ഫാമിലി പക്ഷെ അങ്ങനെയല്ല. നിന്നെ എന്ത് ഹാപ്പി ആയിട്ടാണ് നോക്കുന്നത്. നിന്റെ എല്ലാ കാര്യവും ഭയങ്കര സ്നേഹത്തോടു കൂടിയല്ലേ അവർ ചെയ്തു തരുന്നത്. അതാണ് ശരിക്കും ഒരു ഫാമിലി എന്ന് ഹീറോ ഇങ്ങനെ പറയും. ദേ നോക്കൂ, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരേപോലെ കിട്ടണമെന്നൊന്നുമില്ല. നമ്മൾക്ക് കിട്ടിയതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കണം, അതാണ് വേണ്ടത്. അല്ലാണ്ട് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്ന് നമ്മുടെ ഹീറോയിൻ പറയും. അപ്പൊ തന്നെ ഹീറോ, ഒരു പക്ഷേ എന്റെ ഫാമിലി കൊള്ളില്ലായിരിക്കാം, അവരെന്നെ കെയർ ചെയ്യില്ലായിരിക്കാം, പക്ഷെ ഞാൻ ചൂസ് ചെയ്ത വൈഫ് സൂപ്പറാണ്, എന്നെ കെയർ ചെയ്യുന്നുണ്ട്, എന്നെ അത്രക്ക് സ്നേഹിക്കുന്ന വൈഫാണെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിക്കും. അതിനുശേഷം ഹീറോ വൈൻ കുടിക്കാനായിട്ട് പോകുമ്പോ ഹീറോയിൻ സ്റ്റോപ്പ് ചെയ്തിട്ട്, വേണ്ട നീ വൈൻ കുടിക്കണ്ട, അത് നിനക്ക് ശരിയാവില്ല എന്ന് പറയും. ഇതേ നോക്ക് ജിൻ, നീ ഇപ്പോ എനിക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ എന്നിലുള്ള സൂജുവാന്റെ ഹാർട്ടിന് ഒന്നും സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ടാണോ ഈ വൈൻ കുടിക്കണ്ടെന്ന് പറഞ്ഞെന്ന് ഇങ്ങനെ ചോദിക്കും. ഹീറോയിൻ ആണെങ്കിൽ ഇത് കേട്ടോ ഒന്നും മിണ്ടാണ്ട് നിൽക്കും. ഇതേ നോക്ക് ജിൻ, നിന്നെ സൂജുവാനിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ടാണ് ഞാൻ ഇത്രയ്ക്കും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നീ അതുകൊണ്ട് എന്നെ മനസ്സിലാക്കണം. നീ ശരിക്കും ഒന്ന് കണ്ണു തുറന്ന് നോക്ക്. നിന്റെ കൺമുൻപിൽ ഞാനാണോ ഉള്ളത് അല്ലെങ്കിൽ സൂജുവാനാണോ ഉള്ളത് ഒന്ന് നോക്കി പറയാനായിട്ട് നമ്മുടെ ഹീറോ ഭയങ്കരമായിട്ട് കെഞ്ചി പറയും. ഹീറോയിനെ നോക്കിയിട്ട് നമ്മുടെ ഹീറോന്റെ പേര് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഹീറോയിന് വല്ലാണ്ട് ഹാപ്പി ആയിട്ട് ആദ്യം ഒന്ന് കിസ് ചെയ്യാനായിട്ട് പോകും. പിന്നെ വേണ്ടാന്ന് വെച്ച് വിടുമ്പോ ഹീറോയിൻ വന്ന് നമ്മുടെ ഹീറോനെ കിസ് ചെയ്യും. അങ്ങനെ തന്നെ നെക്സ്റ്റ് ഡേയും ആകും. ഇവര് രണ്ടുപേരും കൂടി ഡേറ്റിനായിട്ട് പോവാന്നും പറഞ്ഞിട്ട് നിൽക്കുമ്പോ ഹീറോന്റെ കമ്പനിയിൽ നിന്ന് ഒരാൾ നമ്മുടെ ഹീറോയിനെ വിളിക്കും. കമ്പനിയുടെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. ആരും നോക്കാനില്ലാണ്ട് സത്യം പറഞ്ഞ കമ്പനി തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ബോസ് കമ്പനിയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ചിലപ്പോ കമ്പനി തന്നെ തകർന്നു പോവാനുള്ള ചാൻസ് ഉണ്ട്. എത്രയും പെട്ടെന്ന് ബോസിനെ ഇങ്ങോട്ടേക്ക് അഴക്കണമെന്നും പറഞ്ഞിട്ട് അയാൾ ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ഒക്കെ ചെയ്ത് കോള് കട്ട് ചെയ്യും. അങ്ങനെ തന്നെ ജിൻ തിരിഞ്ഞിട്ട് ഹീറോന്റെ അടുത്ത്, ഇതേ നോക്ക്, ഇന്ന് നമ്മള് ഡേറ്റിങ്ങിനൊന്നും പോകുന്നില്ല, നീ കമ്പനിയിലേക്ക് പോവേണ്ട സമയമായി, എത്രയും പെട്ടെന്ന് നീ കമ്പനിയിലേക്ക് പോകണമെന്ന് പറയും. ആ ഓക്കെ ഞാൻ പോവാ, പക്ഷെ നീയും എന്റെ കൂടെ വരണം, നീയും കൂടി വാന്ന് നമ്മുടെ ഹീറോ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യും. ഇല്ല, ഞാൻ എന്തായാലും കമ്പനിയിലേക്ക് തിരിച്ചു വരുന്നില്ല, നിനക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ ലഞ്ച് ഉണ്ടാക്കിക്കൊണ്ട് വരാന്ന് പറയും. ആ ഓക്കെ എന്നാ അത് മതി എന്നും പറഞ്ഞിട്ട് ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കമ്പനിയിലേക്ക് പോകും. അങ്ങനെ ഹീറോയിനും തിരിച്ചു കയറി ഹീറോയിന് കൊണ്ടുപോകാനുള്ള ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. ആ ടൈമിന് കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേൾക്കും. അങ്ങനെ തന്നെ തുറന്നു നോക്കുമ്പോ ഹീറോന്റെ ഫാദറിന്റെ ബോഡി ഗാർഡ് ആയിരിക്കും. എന്താ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? ഗു ഇവിടെ ഇല്ലല്ലോ, ഗു ഓഫീസിലേക്ക് പോയി എന്ന് പറയും. ഇല്ല, ഗുവിനെ കാണാൻ വന്നതല്ല, നിങ്ങളെ കാണാനായിട്ട് വന്നതാണ്. പ്രസിഡന്റിന് നിങ്ങളെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്റെ കൂടെ ഒന്ന് വരാവോ എന്ന് ചോദിക്കും. ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ജിന്നും അയാളുടെ കൂടെ പോയിട്ട് നേരെ ഹീറോന്റെ ഫാദറിനെ മീറ്റ് ചെയ്യും. എന്താ സാർ, എന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഹീറോന്റെ ഫാദർ, നിനക്കിനി പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും എടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം നിനക്ക് അറിയാമല്ലോ. ഗുയുന്നുമായിട്ടുള്ള മാരേജ് ഒക്കെ ബ്രേക്ക് ചെയ്തത് നിനക്ക് വേണ്ടിയിട്ടല്ലേ? ആ മാരേജ് ഈ കമ്പനിക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാമോ? അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഗുവിനെ വിട്ടിട്ട് പോകണം, അതാണ് എനിക്ക് വേണ്ടത്, അതാണ് എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളതെന്ന് ഇങ്ങനെ പറയും. ഇത് കേട്ടിട്ട് ഹീറോയിൻ, അല്ല ഞാൻ എന്തിനാണ് ഗുവിനെ വിട്ടിട്ട് പോകേണ്ടത്, ഞാൻ എന്തായാലും പോകുന്നില്ല എന്ന് പറയും. അപ്പൊ തന്നെ ഫാദർ, ഞങ്ങൾക്ക് ഒരു പോളിസി ഉണ്ട്, എന്തൊക്കെ വന്നാലും ഞങ്ങളുടെ കമ്പനി ഞങ്ങൾ തന്നെ നോക്കണം, പിന്നെ കുറച്ചു നാൾ കഴിയുമ്പോ ഗു എന്തായാലും നിന്നെ വിട്ടിട്ട് പോകും. അതിന് ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാൻ ഒരു പെണ്ണിനെ ലവ് ചെയ്തായിരുന്നു, പക്ഷെ എനിക്ക് മാരേജ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴുള്ള എന്റെ കറന്റ് വൈഫിനെയാണ് ഞാൻ മാരേജ് ചെയ്തത്, ഇതാണ് ഞങ്ങളുടെ ലൈഫ്, ഇതേപോലെ തന്നെ ഹീറോയും ഇരുന്നേ പറ്റുള്ളൂ എന്ന് പറയും. അതേ ടൈം നമ്മുടെ ഹീറോ ആണെങ്കിൽ ലഞ്ചുമായിട്ട് ഹീറോയിൻ വരുമെന്ന് കുറെ നേരം ഓഫീസിൽ വെയിറ്റ് ചെയ്യും. അങ്ങനെ തന്നെ കാണാണ്ടാവുമ്പോ വീട്ടിൽ വന്ന് നോക്കും. അവിടെയാണെങ്കിൽ ഹീറോയിനെ കാണുന്നില്ല. ലഞ്ചിന് പ്രിപ്പയർ ചെയ്ത കുറച്ച് ഐറ്റംസ് മാത്രം അവിടെ ഇരിക്കുന്നുണ്ടാകും. ഇത് കാണുമ്പോ തന്നെ അച്ഛനായിരിക്കും നമ്മുടെ ഹീറോയിനെ കൂട്ടിക്കൊണ്ട് പോയതെന്ന് മനസ്സിലാക്കി നേരെ അവന്റെ വീട്ടിലേക്ക് പോകും. അതേ ടൈം ഫാദർ ആണെങ്കിൽ, ദേ മഴ വരുന്നുണ്ട് ജിൻ, എന്തായാലും മഴ കഴിയുമ്പോ നീ പോവാന്നും പറഞ്ഞിട്ട് അവിടെ പിടിച്ചു നിർത്തും. ആ ടൈമിന് മഴയൊക്കെ നനഞ്ഞ് ഹീറോ അങ്ങോട്ടേക്ക് വരും. എവിടെ എന്റെ ജിൻ, ഇങ്ങോട്ടേക്ക് താ, എനിക്ക് അവളെ വേണം, ഞാൻ അവളുമായിട്ടേ പോവുള്ളൂ എന്ന് പറയും. നോക്കൂ, ഞാൻ അവളെ ഇവിടെ ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടില്ല, നമ്മുടെ ഫാമിലിയാണ് ഇമ്പോർട്ടന്റ്, അതിനാണ് നീ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നീ ജിന്നിനെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് നീ ഇങ്ങോട്ടേക്ക് വാ, ഞങ്ങള് നിന്നെ എന്തായാലും അക്സെപ്റ്റ് ചെയ്യാം. നീ ജിന്നിനെ കളഞ്ഞിട്ട് യുന്നിനെ മാരേജ് ചെയ്തോ, അതാണ് നിനക്ക് നല്ലത്. അപ്പൊ നിനക്ക് നിരന്തരമായിട്ട് ഈ കമ്പനിയുടെ CEO ആയിട്ട് ഇരിക്കാം, എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ടേക്ക് വാന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഹീറോന് വല്ലാത്ത ടെൻഷൻ ആകും. എന്താ അച്ഛൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്റെ ജിന്നാണ്, ജിന്നിനെ വിട്ട് ഒരിക്കലും ഞാൻ വരില്ല, എന്റെ ഫീലിങ്സ് എന്താണെന്ന്
പോലും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് ലവ് ചെയ്യണം. ലവ് എന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ പാടില്ലല്ലോ എന്ന് ഇങ്ങനെ ഹീറോ പറയും. ഇത് കേട്ടിട്ട് ഹീറോന്റെ ഫാദറും ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കും. ഇതേ നോക്കച്ചാ, എനിക്ക് നിങ്ങളുടെ കമ്പനിയും വേണ്ട, കമ്പനിയുടെ CEO പൊസിഷനും വേണ്ട. എനിക്ക് വേണ്ടത് എന്റെ ജിന്നിനെ മാത്രമാണ്. എനിക്ക് അവളില്ലാണ്ട് ജീവിക്കാൻ പോലും പറ്റില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അങ്ങനെ തന്നെ തിരിഞ്ഞു നടക്കും. ആ ടൈമിന് ഒരു കൊടയൊക്കെ എടുത്ത് നമ്മുടെ ഹീറോയിന് അങ്ങോട്ടേക്ക് വരും. ജിന്നിനെ കാണുമ്പോഴാണ് ഹീറോന് കുറച്ച് ആശ്വാസമൊക്കെ വരുന്നത്. അങ്ങനെ തന്നെ ജിന്നിനെ ഹഗ് ചെയ്തുകൊണ്ട് നിൽക്കും. ഈ ഒരു സീൻ ഹീറോന്റെ ഫാദർ കണ്ടിട്ട് ഇനി ഇവന് എന്റെ കമ്പനി കൊടുക്കാനായിട്ട് പറ്റില്ല, ഇവനിപ്പോ യൂസ്ലെസ് ആയിട്ട് മാറിയേക്കുവാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.